രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. രാജീവ് ഗാന്ധിയെ പോലെ തന്നെയായിരുന്നു, ഒരു താല്പര്യവുമില്ലായിരുന്നു. ലണ്ടനിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അവിടെ കിട്ടിയാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവസാനം അമ്മയുടെ സഹായത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എല്ലാവരും കൊണ്ട് നിർബന്ധിച്ച് കോൺഗ്രസ്സുകാരനായി, AICC ജനറൽ സെക്രട്ടറിയായി, കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി, പിന്നെ കോൺഗ്രസ് പ്രസിഡന്റായി. അതിനുശേഷം നടന്ന ഇലക്ഷൻ 2014 അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും. നടന്ന ഇലക്ഷൻ അല്ല, ഇലക്ഷനില്ല, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അല്ല, ഇലക്ഷൻ തോറ്റു. 2019 തോറ്റു. 19 തോറ്റു കഴിഞ്ഞപ്പോൾ വർക്കിംഗ് കമ്മിറ്റി കൂടി. ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങളെ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ തോൽവി എന്നെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ തോൽവിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഞെട്ടിപ്പോയി എല്ലാവരും. ആദ്യം ഒന്നടങ്കം രാഹുൽജി ചെയ്തതും ദൈവം അറസ്റ്റ് നിന്നു. ഇതാണ് മനസ്സോടെ സോണിയാഗാന്ധി മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വർഷം കഴിഞ്ഞു. അതിനുശേഷം നിരന്തരമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, പോഷക സംഘടനകൾ, സംസ്ഥാന PCCകൾ, സോണിയാഗാന്ധി വരെ രാഹുൽ ഗാന്ധിയോട് പ്രസിഡന്റ്ഷിപ്പ് വേണ്ടി ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കിനി പ്രസിഡന്റ്ഷിപ്പ് വേണ്ട. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ, കാർഡുമ്പിനേക്കാൾ കഠിനമായ നിശ്ചയദാർഢ്യത്തിന്റെ ആദ്യം നാം മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനമെടുത്താൽ ചാഞ്ചാട്ടമില്ല. അതാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഭാരത ജോഡോ യാത്രയ്ക്ക് പുറപ്പെട്ടു. പല സുഹൃത്തുക്കളും പറഞ്ഞു, ഇത്രയും ദൂരം അദ്ദേഹത്തിന് അല്പം മുട്ടുവതിനിടയ്ക്ക് വരാറുണ്ട്. നടക്കണോ? കുറെ നടക്കുക, കുറെ കാറിൽ പോവുക എന്നാണ് അദ്ദേഹത്തിന് അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾ പറയുന്നത്. അദ്ദേഹം അത് കേട്ടു, പുഞ്ചിരിച്ചു. പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ മഴയും മഞ്ഞും വെയിലും വകവയ്ക്കാതെ 3000-ഓളം കിലോമീറ്റർ നടന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം. ആ നടപ്പിലാണ് പപ്പു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ആരാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കിയത്. വഴിയോരത്ത് നിൽക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികളെ, അമ്മമാരെ, സഹോദരിമാരെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി ആരാണ്, ഇത്രയും നന്മയുള്ള, മനുഷ്യസ്നേഹമുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് ജനങ്ങൾ അറിയത് ഭാരത ജോഡോ യാത്രയ്ക്ക് ശേഷമാണ്. യാത്ര കാശ്മീരിലെത്തി. ശ്രീനഗറിൽ യോഗം പറ്റില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ശ്രീനഗറിൽ തന്നെ യോഗം നടക്കും, അവിടെ യോഗം നടത്തിയേ ഞാൻ മടങ്ങൂ. അവസാനം ഭരണകൂടം അയഞ്ഞു. ശ്രീനഗറിൽ മഞ്ഞ് പുതച്ച ആ ദിവസം യോഗം നടത്തി. അവിടെയും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യമുണ്ടായി. മണിപ്പൂരിൽ കലാപമുണ്ടായി. 100 കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും. പ്രധാനമന്ത്രിയോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം പോയില്ല. കേന്ദ്രമന്ത്രിമാര് പോയില്ല. ആദ്യമായി അവിടെ പോയി ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ചെന്നു. എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ പ്രസ് കോൺഫറൻസിനുണ്ടെങ്കിൽ പോകാനാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകത്തില്ല,
ഞാൻ ഈ കലാപത്തിൻ ഫലമായി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ, തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ, തകർക്കപ്പെട്ട പ്രദേശങ്ങൾ അത് കാണാതെ ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു. അവസാനം കാശ്മീരിലെ പോലെ ഇവിടെയും ഭരണകൂടം മുട്ടുമടക്കി. രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ഇംഫാലിലെ മൈത്രി ഭവനങ്ങൾ, അവിടെ തകർക്കപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും, താഴ്വരയിലെ കുക്കി പ്രദേശങ്ങൾ, നാഗാപ്രദേശങ്ങൾ എല്ലാം പോയി എല്ലാവരെയും ആശ്വസിച്ച് മടങ്ങി. അതിനുശേഷം ഭാരത ജോഡോ ന്യായ യാത്ര ആരംഭിച്ചു. മണിപ്പൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചു. മണിപ്പൂർ ഗവൺമെന്റ് പറഞ്ഞു തുടങ്ങിക്കോ, പക്ഷെ ആൾക്കൂട്ടമുള്ള യോഗം പറ്റില്ല, ഒരു ആൾക്കൂട്ടമില്ലാത്തൊരു മുതലാളിത്ത യോഗം നൽകാൻ പറഞ്ഞു. അദ്ദേഹം നടപ്പുള്ള കാര്യമില്ല, ആൾക്കൂട്ടത്തിലെ ഞാൻ പ്രസംഗിക്കൂ, വാശി ഒഴിച്ചു, ഗവൺമെന്റ് മുട്ടുമടക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞ മൈതാനത്തെ യോഗം നടത്തി. അവിടേക്ക് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണണം. തീരുമാനമെടുത്താൽ പ്രത്യേകം നോക്കുന്നില്ല, കുറച്ച് തീരുമാനം. അങ്ങനെ രാഹുൽ ഗാന്ധി നിന്നു. അതാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ആരംഭിച്ചതാണ് നാഷണൽ ഹെറാൾഡ്. അതിന് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച തൊട്ട് മുഴുവൻ കണ്ടുകെട്ടി. ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിലായി 20 കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ആ കേസിൽ അദ്ദേഹത്തിന് ലോക്സഭാംഗത്തിൽ രാജ്യം നഷ്ടപ്പെടുത്തി, വീടൊഴിയാൻ പറഞ്ഞു. ആ കേസിൽ വിധി വന്നോടൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. മുട്ടുമടക്കിയില്ല. സുപ്രീം കോടതി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അതാണ് രാഹുൽ ഗാന്ധി. തീരുമാനമെടുത്താൽ എന്ത് പ്രത്യാഘാതം വന്നാലും നിലപാട് ഉറച്ചു നിൽക്കുന്ന നിശ്ചയദാർഢ്യമുള്ള കരുത്തിന്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. ഇന്ന് അദ്ദേഹം ഒരു പട നയിക്കുകയാണ്. തുടങ്ങിയത് കോൺഗ്രസിന്റെ പടയണിയുമായിട്ടാണ്. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം, രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം നൈവൈദ്യം സംരക്ഷിക്കണം, സാമൂഹ്യ നീതി സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസം നിലപാടെടുത്തു. നമ്മൾ ഇത്തവണ എത്ര സീറ്റ് മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ വാശി പിടിക്കണ്ട. എത്ര സീറ്റ് നമ്മൾ മത്സരിക്കുന്നുള്ള പ്രശ്നം, എങ്ങനെ മോഡിയെ തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ച സീറ്റാണ് 200 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡൈജസ്റ്റ് ചെയ്ത കാര്യമാണ്. അതാണ് അദ്ദേഹത്തിലെ പ്രാഗ്മാറ്റിസം. അങ്ങനെ കുറഞ്ഞ സീറ്റ് മത്സരിച്ചുകൊണ്ട് നരേന്ദ്രമോദി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 28 പാർട്ടികളെ, ഇനിയും ബഹുമാനിക്കുന്ന 28 പാർട്ടികളെ അദ്ദേഹം കോർത്തിണക്കി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ഇന്ത്യ മുന്നണി പടയോട്ടം ആരംഭിച്ചു. ചിത്രം മാറി. എന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഈസിയായി BJP ജയിക്കും, നിങ്ങൾ പാഴ്വില കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ചിത്രം മാറുകയാണ്. BJP പ്രതീക്ഷകൾ മാറി മറയുന്നു. ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു. രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആകുന്നിട്ടല്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ആശ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ബേസിക് സ്ട്രക്ചർ അത് കാത്തുസൂക്ഷിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന തത്വം കാത്തുസൂക്ഷിക്കാനുള്ള പടയോട്ടത്തിൽ അദ്ദേഹം മുന്നണി പ്രളയമായിട്ട് നിൽക്കുന്നു. ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, ഭരണഘടനയുടെ അടിസ്ഥാന നയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരാൻ പോകാൻ തയ്യാറുള്ള, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവായി
രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് വന്ന വളർച്ച ശാരീരിക വളർച്ചയല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന മാറ്റങ്ങൾ, ഞങ്ങളുടെ സ്നേഹം, ഇന്ത്യ വളർന്നു വരുന്ന രണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ, രണ്ട് ഇന്ത്യ, ക്രോണി ക്യാപിറ്റലുകളുടെ ഇന്ത്യ, പാവപ്പെട്ട കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും കഷ്ടപ്പെടുന്ന ഇന്ത്യ, ഈ രണ്ട് ഇന്ത്യ തമ്മിലുള്ള അന്തരം കുറയ്ക്കണം, അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ അധികാരത്തിൽ വ്യത്യസ്തമാണ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ചിന്തകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ ധാരയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. ആ രാഹുൽ ഗാന്ധി നാളെ എന്താകുമെന്നുള്ളതല്ല പ്രശ്നം. ഒന്ന് തീർച്ചയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ കരങ്ങൾ, ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിൽ ഭദ്രമാകുന്നൊരു കാലഘട്ടം വരും തീർച്ചയാണ്.